ഒരു അക്വേറിയം സെറ്റ് ചെയ്താലോ? രഞ്ജേട്ടൻ്റെ ഓഫീസിലുണ്ടായ ഒരു അക്വേറിയാണത്. ഓഫീസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതിനെ നമ്മുടെ റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു 5 മാസമായിട്ട് പുറത്ത് വെയിലും കൊണ്ടിരിക്കുകയാണ് പാവ അക്വേറിയം. ഇത്ര നാളും അത് തനിയെ ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം അവിടെ തന്നെ വച്ചിരിക്കുകയായിരുന്നു രഞ്ജേട്ടൻ. ഇപ്പോൾ വീക്കെൻഡായി കസിൻസ് എല്ലാം വന്നപ്പോൾ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. നമ്മുടെ തങ്കം വരെ പണിയെടുക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും ഓരോ പണിയെടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തങ്കത്തിന് അടങ്ങിയിരിക്കാനേ പറ്റില്ല. അപ്പോഴേക്കും അമൃത എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അക്വേറിയം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറ്റി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള അക്വേറിയമാണ് കേട്ടോ ഇത്. അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ വലിയ തൽപര കക്ഷിയല്ലാത്ത ദീപേട്ടൻ മുഖം മറയ്ക്കുന്നുണ്ടേ. ഇനി അടുത്തതായിട്ട് അക്വേറിയത്തിൽ വെള്ളം നിറയ്ക്കണം. ഏതാണ്ട് 300 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മുടെ അടുത്താണെങ്കിൽ പൈപ്പോ സെറ്റപ്പോ ഒന്നുമില്ല. ബക്കറ്റിൽ കോരിക്കൊണ്ട് ഒഴിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ എല്ലാവരും അവരവർക്ക് കഴിയുന്നത് പോലെ വെള്ളം കൊണ്ടൊഴിച്ച് ടാങ്ക് നിറഞ്ഞു. ടാങ്കൊക്കെ റെഡിയാക്കി ഇനി ഫിഷിന് വാങ്ങണം. എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങണം. അക്കൂട്ടത്തിൽ മീനും വാങ്ങിക്കാം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.